ദൈവത്തിൻ്റെ നാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അനിത. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ സാക്ഷ്യമുള്ളത്. കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച ഇവിടെ തിരുമേനി നിങ്ങളെല്ലാവരോടും കൂടി ഇന്ന് പ്രാർത്ഥിച്ചായിരുന്നു. കോമ സ്റ്റേജിൽ പോയ ഒരു വ്യക്തിയെക്കുറിച്ച്, അതെൻ്റെ പപ്പായായിരുന്നു. കഴിഞ്ഞ ആഴ്ച നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞു, ദൈവത്തിന് നന്ദി പറഞ്ഞായിരുന്നു പ്രാർത്ഥിച്ചത്. സമ്പൂർണ്ണമായ ഒരു സൗഖ്യം എൻ്റെ അപ്പായ്ക്ക് ദൈവം കൊടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 2 ആഴ്ച ഞങ്ങൾ അനുഭവിച്ച സഹനം എന്ന് പറയുന്നത്, സഹനത്തിൻ്റെ ചൂടൊന്നും എനിക്കിതുവരെ അറിയിക്കില്ലായിരുന്നു. സഹനം എന്ന് വെച്ചാൽ എനിക്ക് പനിയൊക്കെ വരുന്നതായിരുന്നു സഹനം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ സഹനം എന്താണെന്ന് അറിഞ്ഞത് ഈ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്കുള്ളിലാണ്. പപ്പായ്ക്ക് തീർത്ത് വയ്യായിരുന്നു. അപ്പായുടെ രോഗം എന്ന് വെച്ചാൽ ഗോൾ ബ്ലാഡറിൽ ഒരു സ്റ്റോൺ പോലെയാണ് വന്നിരുന്നത്. അപ്പോൾ എൻ്റെ വയറ്റുവേദന എന്നൊക്കെ പറഞ്ഞ് ആരും അറിഞ്ഞിരുന്നില്ല എന്തുവാന്നുള്ളത്. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, ഉടനെ തന്നെ സർജറി ചെയ്യണം. സർജറി ചെയ്തില്ലെങ്കിൽ പപ്പായ്ക്ക് അത് ആ ഇൻഫെക്ഷനുള്ള സ്ഥലം അത് പൊട്ടിയിട്ട് ബ്രെയിനിലേക്ക് ചെല്ലും, പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, ഒരിക്കലും ഒരു സുഖം പ്രാപിക്കൽ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അപ്പം സർജറി എമർജൻസി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ചേച്ചി ഇവിടെ ഇല്ല, ഞങ്ങൾ വെളിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ചേച്ചിയും വന്നു, ഞാനും വന്നു. മമ്മി ഞങ്ങളെ 2പേരെയും വിളിച്ചു, വീട്ടിൽ വന്നു. പപ്പായ്ക്ക് ഭയങ്കര ടെൻഷനാണ്. ഞങ്ങൾ വന്ന അന്ന് പപ്പായ്ക്ക് ഞങ്ങളോട് സംസാരിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഭയങ്കര വേദനയായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. ഭയങ്കര ടെൻഷനായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ സർജറി ചെയ്തു. എമർജൻസി ആയിരുന്നു. സർജറിയുടെ സമയത്ത് തന്നെ ഡോക്ടർ ഞങ്ങളെ സെപ്പറേറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പപ്പായെ രക്ഷിക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ്, ഹൈ റിസ്ക് കേസ് ആയിട്ടാണ് അവർ ഈ കേസിനെ എടുക്കുന്നതെന്ന് പറയും. ജസ്റ്റ് ഒരു വയറ്റുവേദനയേ ഉള്ളൂ, പക്ഷേ അതൊരു ഇൻഫെക്ഷൻ ആയതുകൊണ്ട് രക്ഷിക്കാനുള്ളൊരു ചാൻസ് കുറവാണ്. അതുപോലെ പപ്പായ്ക്ക് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഒരു സ്ട്രോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്ട്രോക്കിനുള്ള മെഡിസിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഹൈ BP ആയിരുന്നു, സോഡിയം ലെവൽ ലോ ആയിരുന്നു. അപ്പോൾ ഈ 2 കണ്ടീഷനോട് വരുമ്പോൾ നമുക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് കുറവാണെന്ന് പറഞ്ഞു. ഇതിനപ്പുറം നമുക്ക് ടെൻഷൻ അടിക്കാനൊന്നും വേണ്ടല്ലോ. ഇത്രയും ഒരു കുഴപ്പമില്ലായിരുന്ന ഒരു മനുഷ്യന് പെട്ടെന്ന് ഒരു രോഗമൊക്കെ വന്ന് നമ്മളെ തീർത്തും ഇതായി പോകുന്നത്. അങ്ങനെ എന്തായാലും സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. സർജറി ചെയ്യാൻ വേണ്ടി പപ്പായ കൊണ്ടുപോയി സർജറി ചെയ്തു. പിറ്റേ ദിവസം തന്നെ ഡോക്ടർ പറഞ്ഞു, വലിയ പ്രതീക്ഷ അങ്ങനെയൊന്നും വെക്കണ്ട, ദൈവത്തിൻ്റെ കയ്യിലെല്ലാം ഇരിക്കുന്നു എന്ന് പറഞ്ഞു. എന്തായാലും ആദ്യത്തെ ദിവസം സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം പപ്പായ്ക്ക് ഒരു കുഴപ്പമില്ലാതെ വെന്റിലേറ്ററിലായിരുന്നു സർജറി ചെയ്തിരുന്നത്. വെന്റിലേറ്റർ സപ്പോർട്ടോടുകൂടിയാണ് സർജറി ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, എല്ലാം ശരിയായിട്ടുണ്ട്, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാം എന്ന് പറഞ്ഞു. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയും കയറി കണ്ടു. പപ്പ ഞങ്ങളോട് സംസാരിച്ചു. അപ്പോഴേ ടെൻഷനാണ്, ഇതിനകത്ത് ഈ ICUവിൽ കിടക്കുന്നതിൻ്റെയുള്ളൊരു ടെൻഷൻ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെങ്കിൽ 3 ദിവസം വരെ ഇങ്ങനെ ഇവിടെ തന്നെ ആക്കാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഡോക്ടർ തന്നെ വന്നിട്ട് പറഞ്ഞു, ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പേഷ്യൻ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, സർജറി ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന കോംപ്ലിക്കേഷൻസ് എല്ലാം കൂടെ ഒന്നിച്ച് വന്നിരിക്കുകയെന്ന് പറഞ്ഞു. ഹൈ BP ആയി, സോഡിയം ലോ ആയി, വീണ്ടും ഒരു ഫിക്സ് പോലെ വന്നു. അപ്പോൾ വീണ്ടും വെന്റിലേറ്ററിലാക്കിയപ്പോൾ തന്നെ നമുക്ക് പിന്നെ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജാണ്, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞു. എല്ലായിടത്തും പ്രാർത്ഥന ചോദിച്ചു. പ്രാർത്ഥനയുടെ ഒരൊറ്റ ശക്തി കൊണ്ടാണ് പപ്പ വെന്റിലേറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് കോമ സ്റ്റേജിൽ വരെ പോയി. ഞാനും ചേച്ചിയും കയറി വിളിച്ചിട്ട് പപ്പ റെസ്പോണ്ട് ചെയ്യുന്ന പോലുമില്ല. അതിനകത്ത് കരച്ചിലിൻ്റെ ഒരു ബഹളം തന്നെയായിരുന്നു. കാണാൻ വരുന്നവരും പോകുന്നവരും എല്ലാം കരച്ചിലായിരുന്നു. ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ കിടന്ന എൻ്റെ പപ്പ വെന്റിലേറ്ററിൽ നിന്ന് വെന്റിലേറ്റർ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഡോക്ടർ പറഞ്ഞു വെന്റിലേറ്ററിലാണ് രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യാൻ പറഞ്ഞു. എന്തായാലും പിറ്റേ ദിവസം ഞായറാഴ്ചയായിരുന്നു. വെന്റിലേറ്റർ ഇട്ട ശനിയാഴ്ച, ഞായറാഴ്ചത്തെ കുർബാനയിൽ എല്ലാ കുർബാനയിലും അറിയാവുന്ന എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം കുർബാനയും നേർച്ചയൊക്കെ കൊടുത്തു. ഭയങ്കര അത്ഭുതം എന്ന് പറയട്ടെ, ഞായറാഴ്ച എൻ്റെ പപ്പ രാവിലെ ഞങ്ങളുടെ പപ്പായ്ക്ക് ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ആ വന്ന് കണ്ട ഡോക്ടർ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല, ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന്. അതായത് ഈ കുർബാന ഇവിടെ എപ്പം കഴിഞ്ഞോ ആ സമയത്ത് പപ്പ കോമ സ്റ്റേജിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞാനും ചേച്ചിയും കയറി ഞങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. ഞങ്ങളോട് വർത്താനം പറഞ്ഞു, വെന്റിലേറ്ററിലാണെങ്കിൽ കൂടി വർത്താനം പറയാനുള്ള ഒരു ഭയങ്കര, എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. കാരണം വെന്റിലേറ്ററിലുള്ള പേഷ്യൻറ്റിന് ഒരിക്കലും രക്ഷപ്പെടാനുള്ള ചാൻസ് 100-1 2 ഒക്കെ കാണുള്ളൂ. അതിനകത്ത് ഒരാളാണ് എൻ്റെ പപ്പ എന്ന് പറയുന്നത്. അതിന് ഭയങ്കരമായിട്ടൊരു രക്ഷയായിരുന്നു. അതുപോലെ വെന്റിലേറ്ററിലാണെങ്കിലും ഡോക്ടർ പറഞ്ഞു പിന്നെ ഇവിടെ പപ്പായുടെ തൊണ്ട ചുരുങ്ങുമായിരുന്നു. 2 പ്രാവശ്യം ഇൻറ്റുബേറ്റ് ചെയ്തപ്പം തൊണ്ട ചുരുങ്ങിയോണ്ട് വീണ്ടും ഇൻറ്റുബേറ്റ് ചെയ്ത് രക്ഷപ്പെടുത്താനുള്ള ചാൻസ് കുറവായിട്ട് ഇവർ പറഞ്ഞു ട്രക്കിയോസ്റ്റമി ചെയ്യണമെന്ന്. ട്രക്കിയോസ്റ്റമി എന്ന് വെച്ചാൽ തൊണ്ട കിഴിച്ചിട്ട് ശ്വാസം നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് പോകണമെന്ന് പറഞ്ഞു.
അപ്പോൾ അതും പിന്നെ അങ്ങനെ ചെയ്താൽ സൗണ്ട് കിട്ടത്തില്ല എന്നൊരു കുറച്ച് നാളത്തേക്ക് നമുക്കൊന്നും പറയുന്നൊന്നും കേൾക്കാൻ പറ്റില്ല എന്നൊരു ബുദ്ധിമുട്ട്. അപ്പോൾ എന്തായാലും ഇത്രയും വരെ ആയല്ലോ ഇതോടെ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഐസിയിൽ വന്ന് നമ്മുടെ ഈ പള്ളിയിൽ തിരുമേനിയും അച്ഛന്മാരും എല്ലാം ഇവിടെ എല്ലാം നല്ല പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ശരിക്കും നമുക്ക് അറിയാൻ പറ്റുമല്ലോ. എല്ലാവരും വന്നവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഭയങ്കര നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു. ഞാൻ നേരിൽ കണ്ട ഒരാളാണ്. ഞങ്ങളെല്ലാവരും അങ്ങനെ കണ്ടവരുണ്ട്. അവൾ അറിയാതെ എല്ലാവരും തന്നെ അങ്ങനെ കണ്ടതാണ്. ഓരോ ദിവസവും ഇങ്ങനെ പ്രാർത്ഥനയുടെ ഇത് ഫലമായിട്ട് ഓരോ ദിവസവും ഓരോ ഇമ്പ്രൂവ്മെൻറ്റ് വെപ്പായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ട്രക്യോസ്റ്റമി ചെയ്യണമെന്ന് പറഞ്ഞു. ട്രക്യോസ്റ്റമി എന്തായാലും ചെയ്ത് കഴിഞ്ഞ് ട്രക്യോസ്റ്റമി എന്നൊക്കെ പപ്പായ്ക്ക് പെട്ടെന്നൊരു വിടുതലായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ സംസാരിക്കാൻ തുടങ്ങി. ആൾക്കാരെയൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി. ആര് ചെന്നാലും അവരോടൊക്കെ സംസാരിക്കാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ഒരു ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പിറ്റേ ദിവസം തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതൊക്കെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു കേസ് പോലും അങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഉടനെ തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. റൂമിൽ വന്ന് നടക്കാൻ ഇപ്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റൊക്കെ വന്നിട്ട് പറഞ്ഞു ട്രൈ ചെയ്തില്ലെങ്കിൽ ഈ കിടക്കുന്ന കിടപ്പിലങ്ങ് പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് നടക്കാനൊക്കെ ശ്രമിക്കണം. ഇപ്പം പപ്പ വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്ന് ആരുടെ സഹായം കൂടാതെ നടക്കാൻ തുടങ്ങി. അതാണ് ഏറ്റവും വലിയ. ഇന്ന് ഞാനിങ്ങോട്ട് വന്നപ്പോൾ പപ്പ നടന്ന് തന്നെ വന്ന് വെളിയിൽ ഫ്രണ്ടിൽ വന്നിരുന്നു. ട്രക്യോസ്റ്റമി എന്ന് പറയുമ്പോൾ സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ പപ്പ ഞാനിങ്ങോട്ട് പോകുന്നപ്പോൾ ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ ഭയങ്കര ഒരു ഇടപെടലാണ് ഈ രോഗസൗഖ്യം എന്നൊക്കെ പറയുന്നത്. നമ്മളൊന്നും വിശ്വസിക്കുകയില്ലായിരുന്നു. ഞാനും ഇങ്ങനെയൊന്നും വിശ്വസിക്കത്തൊന്നുമില്ലായിരുന്നു. സഹനം എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ്. ഇതിനിടയ്ക്ക് ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ദൈവം ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇത്രയൊരു അനുഭവം എന്താ തന്നെയെന്നുള്ളത്. പക്ഷെ ഞാൻ പറയുന്നു ഞാൻ ഇങ്ങനെ തന്നെ ചോദിച്ചു, ദൈവം ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അപ്പായ്ക്ക് ഇങ്ങനെ ഒരു രോഗം വന്നല്ലോ, അതും ചെറിയ രോഗമൊന്നും അല്ല, വലിയ രോഗം തന്നെ വന്നല്ലോ എന്ന് ഓർത്ത് പ്രാർത്ഥിച്ചപ്പോൾ കാരിത്താസിലായിരുന്നു അഡ്മിറ്റ് ആയിരുന്നു. അവിടെ താഴെ കുർബാന നടക്കുന്നുണ്ടായിരുന്നു. അവിടെ കുർബാന കഴിഞ്ഞ് ഒരു പാട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ആ പാട്ട് ഇങ്ങനെയാണുള്ളത്, മുൾമുടി അണിഞ്ഞ ദൈവം വന്ന് എനിക്കൊരു ഉമ്മ തന്നു. ആ ഉമ്മ ഒത്തിരി സ്നേഹത്തോടെയാണ് ദൈവം എനിക്ക് തന്നത്. പക്ഷെ ആ മുൾമുടി കാരണം എൻ്റെ മുഖം മുറിഞ്ഞു. ആ മുറിവിനെ പറയുന്ന പേരാണ് സഹനം. അപ്പോൾ ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഓരോ സഹനങ്ങൾ തരുന്നത്. സഹനങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെയും സങ്കടപ്പെടേണ്ട കാര്യമില്ല. ദൈവം നിങ്ങൾക്ക് ഓരോ ഉമ്മ തന്നു നിങ്ങൾ വിചാരിച്ചാൽ മതി. അപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിലും ദൈവം ഞങ്ങളെ ഒത്തിരി സ്നേഹിച്ച് ഒരു ഉമ്മ തന്നതാണ് ഞങ്ങൾക്കിപ്പോൾ ഉണ്ടായ സഹനം. പക്ഷേ ആ ഉമ്മേനെ ഒത്തിരി സ്നേഹത്തോടെയായിരിക്കും ദൈവം തരുന്നത്. നമുക്കുണ്ടായ മുറിവേറ്റ് ദൈവവും കരയുന്നുണ്ടായിരിക്കും. പക്ഷേ ആ സഹനം എന്ന് പറയുന്നത് കൃപയാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ രോഗികളോ രോഗസൗഖ്യത്തിനോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം. വചനത്തിനകത്ത് ഇത്രയും ശക്തി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. നമ്മളെല്ലാം സാധാരണ വചനം വായിക്കുന്ന കളിയായിട്ടൊക്കെ വായിക്കുമായിരിക്കും. പക്ഷെ വചനത്തിന് ഭയങ്കര ശക്തിയുണ്ട്. വചനം വായിച്ച് ഞങ്ങളുടെ വീട്ടിൽ ഓരോരുത്തരും കരഞ്ഞ ദിവസങ്ങളായിരുന്നു അന്നെല്ലാം. എസക്കിയുടെ രോഗശാന്തിയൊക്കെ ഞങ്ങൾക്ക് വചനം കിട്ടാൻ ആദ്യമൊക്കെ വചനം എടുത്തപ്പോൾ എന്നും ചേച്ചിക്കൊക്കെ മരണത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു പപ്പായെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഒരു പ്രതീക്ഷയില്ല. നമുക്ക് മുമ്പോട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഘട്ടം കിട്ടാത്ത പോലെ തോന്നുമായിരുന്നു. പിന്നീട് ഈ 3 ദിവസത്തെ രണ്ടാമത്തെ ദിവസം കഴിയുമ്പോൾ ഞാൻ 3 പേർക്കും രാത്രിയിലൊക്കെ പ്രാർത്ഥിക്കായിരിക്കും കിട്ടുന്ന രോഗശാന്തിയെക്കുറിച്ചുള്ള വചനങ്ങളായിരുന്നു. അപ്പോൾ ദൈവം ആ ദിവസങ്ങളിലെല്ലാം ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബൈബിളിലൂടെ. ഒത്തിരി വചനങ്ങൾ ആ സമയത്ത് കിട്ടുകയുണ്ടായി. ഈ രോഗികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വചനങ്ങളെന്ന് പറയാം. ലൂക്കോസ് 14 ആദ്യം കിട്ടുകയാണ്. ഒരു മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വചനമാണ് ലൂക്കോസ് 14. പിന്നെ കിട്ടിയത് ലൂക്കോസ് 6:6. അതൊക്കെ ഒത്തിരി സുവിശേഷങ്ങളൊക്കെ ഒത്തിരി രോഗസൗഖ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ വചനങ്ങളൊക്കെ വെച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ ഫലം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനങ്ങളൊക്കെ എനിക്ക് കിട്ടിയ വചനമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇതിലായിരിക്കും തോന്നുന്നത്. പിന്നെ കിട്ടുന്നതാണ് ഏഷ്യ 38:1. അത് എസക്കിയുടെ രോഗശാന്തി എന്ന് പറഞ്ഞിട്ടാണ്. എസക്കിയ മരണകരമായ സാഹചര്യത്തിൽ ആയുസ് നീട്ടിത്തരുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആയുസ് നീട്ടിക്കൊടുത്തു എന്നുള്ളത്. പിന്നെ ഉള്ളത് എസക്കിയ 37 അസ്ഥികളുടെ താഴ്വര എന്ന് പറഞ്ഞിട്ടുള്ളത്. എസക്കിയ 37. പിന്നെ ദൈവം ഒത്തിരി ആശ്വാസവചനങ്ങൾ തരികയുണ്ടായി ആ സമയത്തൊക്കെ. പാറൂം 4:21, ജോയൽ 2:18, ഉൽപ്പത്തി 2:7. ഉൽപ്പത്തി 2:7 വെച്ച് ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു. ആ സമയത്ത് ആദാമിന് ജീവശ്വാസം കൊടുത്താണ് ഉൽപ്പത്തി 2:7 പറയുന്നത്. അപ്പം ഞങ്ങളുടെ വീട്ടിലെല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി ആദാമിന് ജീവശ്വാസം കൊടുത്ത ദൈവമാണ്. ആരെങ്കിലുമൊക്കെ വെന്റിലേറ്ററിൽ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ഈ വചനമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക. ജീവശ്വാസം കൊടുത്ത ദൈവമാണ്. അപ്പം ദൈവത്തിനൊന്ന് ഊതിയാൽ ആ മനുഷ്യന് ആര് കിടക്കുന്നു അവർക്ക് ജീവശ്വാസം ലഭിച്ചു എന്നാണ് അതിനർത്ഥം. അപ്പം ഉൽപ്പത്തി 2:7 വെച്ചിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ സങ്കീർത്തനം 38 ഉണ്ട്, സങ്കീർത്തനം 41. അങ്ങനെ വചനങ്ങൾ വായിച്ച് രോഗസൗഖ്യം നേടുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ദൈവം തരുന്ന ഓരോ ഉമ്മകളാണ് ഓരോ സഹനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സഹനങ്ങൾക്ക് വേണ്ടി, സഹനങ്ങൾ കൃപയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക.
എന്നെ എൻ്റെ കുടുംബത്തിനെ ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നാളെ വീണ്ടും ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ട്രക്കിയോസ്റ്റമിയുടെ റിമൂവൽ ആയിരിക്കും മിക്കവാറും നടക്കാമെന്നല്ല. റിമൂവൽ എന്ന് പറയുമ്പോൾ സംസാരിക്കാൻ സാധിക്കും. അവിടം വരെ ദൈവം പപ്പായെ എത്തിച്ചു. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ വീട്ടിൽ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതം തന്നെയാണ്. അതുകൊണ്ട് എന്നെയും കുടുംബത്തെയും നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഓർത്ത് ഞങ്ങൾക്ക് വേണ്ടി കൂടെ ഓർത്ത് പ്രാർത്ഥിക്കണം. അത്ഭുതകരമായ ദൈവം ഇവിടെ അനേകം ആളുകൾ ചേർന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ ദൈവം ആ മകനെ സുഖപ്പെടുത്തി എഴുന്നേൽപ്പിച്ചു, പരിപൂർണ്ണ ആരോഗ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു.